ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദക്ഷയുടെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, എന്താണ് നിങ്ങളുടെ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഭഗവാന്റെ ഒരു ഗൈഡൻസ് എന്താണെന്നുള്ളതും കൂടി നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എന്താണ് ഭഗവാന് നിങ്ങളെ അറിയിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ മെസ്സേജായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 2 കാർഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിനകത്തുള്ള ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫ്രീഡ് ഫ്രം അറ്റാച്ച്മെൻറ്റ്, ഫിയർ ആൻഡ് ആങ്കർ. അത് നരസിംഹമൂർത്തിയുടെ ഒരു പടമുള്ള കാർഡും കൂടിയാണ്. അപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആവാം, ഇത് കേൾക്കുന്നവരെല്ലാം പല സാഹചര്യങ്ങളിൽപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയമോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ഒരു കഷ്ടപ്പാട്, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഓർത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു വരാൻ പറ്റാത്ത രീതിയിൽ മാനസികമായിട്ട് സംഘർഷം എല്ലാം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മുക്തരാവാനായിട്ടാണ് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെയുള്ള ഒരു കാര്യമാണ് ദേഷ്യം. അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും നമ്മളുടെ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടായിരിക്കുന്നൊരു സമയത്ത് അകാരണമായിട്ട് മറ്റുള്ളവരോട് തട്ടിക്കയറുക, ആ ഒരു രീതിയിലുള്ള ശീലങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാവാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 കാര്യവും, അതായത് അറ്റാച്ച്മെൻ്റ് ആയാലും ഫിയർ ആയാലും ആങ്കർ ആയാലും, ഇതെല്ലാം നമ്മളുടെ സമാധാനത്തിന് എടുത്തുകൊണ്ട് പോകുന്ന സംഗതികളാണ്. പലപ്പോഴും ഭയം എന്ന് പറയുന്നൊരു കാര്യം വരുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫിൻ്റെ ആ ഒരു ഫ്ലോ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് പറയാം. നമ്മൾ ഏതെങ്കിലും വ്യക്തികളെ ചിലപ്പോൾ ഭയപ്പെടാം, അല്ലെങ്കിൽ സിറ്റുവേഷനെ ഭയപ്പെടാം. അല്ലെങ്കിൽ ചില വ്യക്തികളുണ്ട്, ഒരു കാര്യം ഉണ്ടാവില്ല, ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കി സ്വയം ടെൻഷൻ അടിച്ച് ഭയപ്പെടുന്ന ചില വ്യക്തികൾ എനിക്കറിയാം. അവരുടെ ലൈഫ് വളരെ ഫ്രീ ആയിട്ട് പോകുമായിരിക്കും, പക്ഷേ ഇങ്ങനെ പോലെയൊക്കെ വന്നാലോ എന്നൊക്കെ ആലോചിച്ച് വെറുതെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ആലോചിച്ച് ഭയപ്പെടുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് മുക്തരാവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും നമ്മളായിട്ടുള്ള ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളുടെ കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ സത്യസന്ധരായിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം വഴിയേ വന്നോളും. അല്ലാതെ ഒന്നും നമ്മളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ കിടന്ന് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. അതിൻ്റെ സമയങ്ങളിൽ ആ ഒരു രീതിയിൽ നടന്നോളും. ആ ഒരു ഫ്രീക്വൻസി നമ്മൾ എപ്പോൾ തട്ടിക്കളയാൻ നോക്കുന്നോ അപ്പോഴാണ് നമ്മൾക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, നമ്മൾക്ക് വിജയങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മളെ അടിമപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പുത്തൻ ഉണർവ് തരാതെ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും നമ്മളുടെ ഒപ്പം ആ ഒരു ഡിവൈൻ പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്ക് ഇത് റിയലൈസ് ചെയ്യാൻ സാധിക്കും. അവരുടെ ലൈഫിൽ അവർക്ക് തന്നെ അത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, എങ്കിലും എൻ്റെ ഒപ്പം ആരോ ഉണ്ട്, അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കുന്നൊരു ശക്തിയുണ്ട്. അതാണ് എന്നെ അപകടങ്ങളിലൊക്കെ വീഴാതെ താങ്ങി പിടിച്ച് നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു മത്സ്യങ്ങളുടെ കാര്യം പറയുന്നത് പോലെയാണ്. അവസാനം വരെ പെട്ടു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ ചെന്ന് കയറി എന്ന് വിചാരിക്കാം, പക്ഷെ പെട്ടെന്ന് വഴുതി രക്ഷപ്പെട്ടു പോകും. അത് വളരെ ദൈവാധീനമുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അവർ പോലും
ദൈവമേ പെട്ടു, എൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും അവസാന നിമിഷം. അപ്പോൾ അതുപോലെയൊക്കെയുള്ള വ്യക്തികളുണ്ട്. ഇനി ചിലവരുണ്ട്, അവർ പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അറിയില്ല. അവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ല എൻ്റെ കൂടെ ദൈവം ഇല്ല, എന്നെപ്പോഴും കഷ്ടപ്പെടുത്തുന്നു, എനിക്കെപ്പോഴും വേദനയാണ്, അങ്ങനെ പരിഭവങ്ങൾ മാത്രമുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കെന്തോ വലുത് വരാനിരുന്നതാണ് ഇപ്പോൾ ചെറുതായി പോയത് എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ടും ആ ഒരു ബ്ലെയിമിങ് നടത്തുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റഡ് ആണ്, ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, രാധാസമേതനായിട്ടുള്ള ഭഗവാനെയാണ് കാണുന്നത്. അതായത് രണ്ടുപേരും, കൃഷ്ണനും രാധയും വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരു പിക്ചറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി, നിങ്ങൾ ആരോടൊപ്പം ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെ നമുക്ക് വിചാരിക്കാം. നമ്മൾ പല വീഡിയോസിലും സോൾമേറ്റ് കണക്ഷനും ട്വിൻ ഫ്ലെയിം കണക്ഷനും ഒക്കെ പറയുന്നത് പോലെ തന്നെ 2 ശരീരവും ഒരാത്മാവുമായിട്ടുള്ള വ്യക്തികളാണ് അവർ. അപ്പോൾ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാർഡ്സ് നമുക്കിവിടെ വന്നതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നത്, എന്തൊക്കെയോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ആയിരിക്കാം, ഭയമായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് വളരെ ഫ്രീ ആവുക, ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസിയായി. അത്രത്തോളം ആദി പിടിക്കുകയും പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഹൈലി അംബീഷ്യസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നടത്തണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ട് ആശ്രാന്ത പരിശ്രമം ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം എന്ന് വളരെ ആഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതിലും വളരെ പ്രൗഡായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവരുടെ ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് ജെമിനായി, ലിബ്ര, അക്വേറിയസ് സോഡിയാക് സൈൻസ് ആണ്. അതായത് നമ്മൾ മലയാളത്തിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഥുനം രാശി, തുലാം രാശി, അതുപോലെ തന്നെ കുംഭം രാശി. അപ്പോൾ ഈ രാശിക്കുള്ളിൽ പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ സോഡിയാക് സൈൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെയാണോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്നുള്ളത് നോക്കുക. എന്ന് വെച്ച് മറ്റാർക്കും ഇത് റെസനേറ്റ് ആവില്ല എന്നുള്ളതല്ല, വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് ഞാനത് മാത്രം പേരെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ പഴയതുപോലെ പോകാൻ സാധിക്കുന്നുണ്ടാവില്ല. ആ ഒരു പഴയ ഇൻറ്റിമസിയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നല്ല രീതിയിൽ കുറഞ്ഞു കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തരുന്നുണ്ടാവില്ല. ചിലപ്പോൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നൊരു സമയത്ത് ഒരുപാട് കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ആട് കിടന്നിടത്ത് പൂടയും കൂടി ഇല്ലയെന്ന് പറയുന്നൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ ആ ഉറപ്പോ കാര്യങ്ങളൊക്കെ ആളോട് ചോദിച്ചു കഴിഞ്ഞാലും ഒഴിഞ്ഞു മാറി പോകുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ മൗനമായിട്ടിരിക്കുന്ന അവസ്ഥ, ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും. കുറേ അധികം വ്യക്തികൾക്കും നോ കോണ്ടാക്റ്റ് തന്നെയായിരിക്കും. ഒരു പിടി തരുന്നുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഇവരുടെ ഒരു മൂഡ് സ്വിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ആ ഒരു രീതിയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എവിടെയും പോകില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കണം. കാരണം അല്ലാതെ മറ്റൊരു കാര്യം കൊണ്ട് അവർക്ക് അത്രയും അധികം ഒരു കോൺഫിഡൻ്റ് ആവേണ്ട കാര്യമില്ല. ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇല്ല, എന്നെ കളഞ്ഞിട്ട് അവർക്ക് പോകാനായിട്ട് കഴിയില്ല. കാരണം ഞാനെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം, അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അത്രത്തോളം പ്രിയപ്പെട്ടതാണ്, ഒരു നിമിഷം പോലും അവരില്ലാതെ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിഷമത്തിലും സങ്കടാവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള തോട്ട്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്ത് പോകാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആൾ വളരെയധികം കോൺഫിഡൻ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ബന്ധങ്ങളിലും നമ്മൾ വളരെയധികം കോൺഫിഡൻ്റ് ആവുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കെയറോ സംഗതികളോ ഒന്നും ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അവർക്ക് മറ്റ് തിരക്കുകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ
ഇതെൻ്റെ ഓൺ പ്രോപ്പർട്ടി, ഇത് നമ്മളുടെ കസ്റ്റഡിയിലുള്ളതാണല്ലോ, അതാര് കൊണ്ടുപോകാനാണ് എന്നുള്ളൊരു ചിന്ത വരും. പലർക്കും ആ ഒരു ചിന്ത വരുമ്പോൾ കൂടുതൽ അതിനൊരു പരിഗണന കൊടുക്കാതെയാവും. കാരണം നമ്മളുടെ കസ്റ്റഡിയിലിരിക്കുന്നൊരു സാധനത്തിന് നമ്മളെന്തിനാ എപ്പോഴെപ്പോഴും എടുത്തു നോക്കുന്നത്, അത് നമ്മളുടെ അല്ലേ. അപ്പോൾ ആ ഒരു ചിന്താഗതി ഇവിടെ ഈ ഒരു പേഴ്സണെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വേരിയേഷൻസ് ഉള്ള എനർജിയാണ്. അപ്പോൾ അവർ ആശ്വസിക്കുന്നത്, ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആശ്വസിക്കുന്നത് ഈ ഒരു കാര്യം ആലോചിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ മറ്റാരുടെയെങ്കിലും സ്വന്തമായി പോവുമോ അല്ലെങ്കിൽ ഇവരെ വിട്ടുപോയി കളയോ, പഴയ അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ നിങ്ങൾക്ക് ഇവരോട് ഇല്ലാണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഇവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവരെ നിങ്ങൾ സ്നേഹിക്കണം. അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കാനുള്ളതും അല്ലെങ്കിൽ ഇവർക്ക് അർഹതപ്പെട്ടതെല്ലാം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തി മാറി നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിടി തരാതെ ഒരു വഴുതി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു രീതിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് ഈ ഒരു സമയം പഴയതുപോലെയുള്ള ഒരു കോൺടാക്റ്റോ അല്ലെങ്കിൽ അടുപ്പത്തിലേക്കോ വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ വളരെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങളോട് പറയേണ്ടതായിട്ട് വരും. അതൊരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയരുതെന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൺഫർമേഷൻ ആയിരിക്കാം വേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വെക്കുകയോ ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാനായിട്ട് ഈ ഒരു വ്യക്തി ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിയർ ആക്കാനായിട്ട് ഈ പേഴ്സൺ തൽക്കാലം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ വഴുതി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തുണ്ട്, അവരോട് സംസാരിച്ചില്ലെങ്കിലും പഴയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ്, നിങ്ങളുടെ മനസ്സിനകത്ത് അവരാണെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ കൂടുതൽ ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കാനോ പറയാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അത് അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഈ ഒരു പ്രകൃതം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി നിർത്തുക, അല്ലെങ്കിൽ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മാറി നിൽക്കുക, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നും ശരിയല്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടുന്ന ഒരു ജസ്റ്റിസ് തരുന്നില്ല എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനുള്ളൊരു മടിയുണ്ട്, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്നും കൂടി വയലൻ്റ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ കാത്തിരിക്കാൻ അവരല്ലെങ്കിൽ അവരിഷ്ടപ്പെടുക എന്നുള്ള ആ ഒരു സ്വഭാവം പോലും മാറി കംപ്ലീറ്റ്ലി ചിലപ്പോൾ അവരിൽ നിന്ന് അകന്നു പോയാലോ എന്നൊക്കെയുള്ളൊരു ഭയം കൊണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റാരെങ്കിലും കയറി പറ്റാനോ ഒന്നും ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് പതുങ്ങി നിൽക്കുക എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവർ ഈ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമായിരിക്കാം, മറ്റാരോടൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാരോടൊക്കെയോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ്. മേ ബി ഇവരെ സംസാരിക്കുന്ന ആ ഒരു തേർഡ് പേഴ്സൺ ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജി പ്രകാരം തീർച്ചയായിട്ടും ഈ വ്യക്തി മറ്റാരോടോ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും ഇവർ ഒരു ഡൗൺ സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴൊക്കെ ഒരു നിരാശ പോലെ അവർക്ക് വരുന്നുണ്ട്, വിഷമം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അറ്റ് ദ സെയിം ടൈം അവർക്ക് ഇല്ല, അത് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരുപാട് വിഷമഘട്ടങ്ങൾ വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തപ്പോഴായിരിക്കാം അവരാരോടൊക്കെയോ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഏറ്റവും അടുത്ത നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ഇനി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസോ സിബ്ലിങ്സോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആരോടൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്കസ് ചെയ്യുന്നത് ആരോടാണോ ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിരാണ് എന്നുള്ളതാണ് വാസ്തവം. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അറിയുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ അറിയാത്ത കാര്യമായിരിക്കും. ഇവർക്ക് എത്രത്തോളം ഒരു എന്താ പറയുക ഇഷ്ടപ്പെടാഴിക നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളത് ഇവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, ചിലപ്പോൾ അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ പേഴ്സൺ ഇവരുടെ ലൈഫിൽ വളരെയധികം ഹോൾഡുള്ളൊരു വ്യക്തിയാണ്. അതായത് ഇവരെ സ്വാധീനിക്കാൻ കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ വേറെ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണോട് ആലോചിച്ചിട്ടുണ്ടാവാം. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നൊരു സമയത്തും ഇങ്ങനെയുള്ളൊരു പേഴ്സൺ അവരുടെ ലൈഫിലുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഫ്രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ചിലവർ എന്ത് കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും കൂടി അഡ്വൈസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവരുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മൂത്ത സഹോദരനോ ആ ഒരു രീതിയിലൊക്കെയുള്ള വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫാമിലി മാറ്റേഴ്സൊക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് അകന്ന് നിൽക്കുകയാണ്, നിങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്, അപ്പോൾ ഞാൻ അവരെ പോയി കൂട്ടിക്കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ലേഡി ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ പോയാലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇവരുടെ മനസ്സ് മാറ്റിക്കളയുന്നു, അല്ലെങ്കിൽ അത് പതിയെ മതി എന്നുള്ള രീതിയിൽ ഡിലേ ആക്കി കളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അവർ തന്നെ ഒരു രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു സജഷൻ ചോദിക്കുന്ന വ്യക്തി നേരെ അവരെ പിന്നിലേക്ക് വലിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എത്ര പേർക്ക് മാച്ച് ആവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇവർക്ക് ഓപ്പണായിട്ട് നിങ്ങളോട് തുറന്ന് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് ഇവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവരിത് മാക്സിമം ഡിലേ ചെയ്യുകയാണ്. ആലോചിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ ഇനി വന്ന് ഉള്ള ഇഷ്ടം കൂടി പോകണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ആളുടെ മനസ്സുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു പരിവർത്തനം ഉണ്ടാവേണ്ടുന്ന ഒരു സമയം തന്നെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സ്ട്രഗിൾസിലായിരിക്കും, കുറച്ചധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പല രീതിയിലും ആ ഒരു വ്യക്തി പല ഭാഗത്തു നിന്നും അനുഭവിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ശനി പോലെയുള്ള ഏതെങ്കിലും, അതായത് ഇപ്പോൾ ഏഴര ശനിയാവാം, കണ്ടക ശനിയാവാം, ശനി മഹാദശയായിരിക്കാം, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് അവർ സഞ്ചരിക്കുന്നതെങ്കിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിനകത്തേക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലെ ഒരു പിടപ്പായിരിക്കും, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ആകെ ഒരു പരാക്രമമായിരിക്കും അത്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികളായിരിക്കണം എന്നില്ല. നമ്മൾ ആകെ ഒരു കണ്ണ് മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും. ആ ഒരു മായിക ലോകം എന്നൊക്കെ പറയുന്നത് പോലെ പലരെയും നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും, വിശ്വസിക്കും, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും, വഴിതെറ്റിച്ച് വിടും, ചിലപ്പോൾ നുണകൾ പറയാൻ പ്രേരിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സമയത്ത് നടന്നേക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു കാര്യത്തിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അത് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കാണാം. അതുപോലെ തന്നെ ആ ഒരു റീകൺസിലിയേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സുകൊണ്ട് എല്ലാം അറിഞ്ഞ് ശരിയാക്കണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യണം. അവർ പേടിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാവരുതെന്നുള്ള ഒരു തോന്നലെല്ലാം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ട്. വേണമെങ്കിൽ അവർ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞത് അവർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് അവരെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഇവർ അഡ്വൈസ് ചോദിക്കാൻ പോകുന്ന വ്യക്തിയുടെ റോളും വളരെ വലുത് തന്നെയാണ്. അപ്പോൾ എങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് തന്നെ ഈ പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്കിൽ കൂടി നമുക്ക് ഇതിനകത്ത് ആ ഒരു കോൾ എന്നുള്ള ഒരു കാർഡ് കാണാം. ദാറ്റ് മീൻസ് എ കോൾ ഫ്രം ഡിവൈൻ എന്നുള്ളതാണ്. അതായത് ഒരുപാട് സംഘർഷാവസ്ഥയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ വേദനിക്കുന്നുണ്ടാവാം. നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു ഡിവൈൻ കാർഡ് എടുത്തപ്പോൾ വന്നതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആങ്സൈറ്റിയിൽ ഫിയറിനകത്തൊക്കെ ആയിരിക്കാം നിങ്ങളും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ആ ഒരു അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വന്നു ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫൈനലി ആ ഒരു റീയൂണിയൻ കാർഡ്, ആ ഒരു 4 of Wands എനർജി, ആ 4 of Fire എനർജി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉള്ള ഒരു കറൻറ്റ് ആ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയും അവരുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിന് മാറ്റമുണ്ടാവും, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് പോലെ ആ ഒരു റീകൺസിലേഷൻ, ആ ഒരു സ്റ്റാർ കാർഡ് നമുക്ക് ഇതിനകത്ത് കാണാം, ഇതിനകത്ത് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓൾറെഡി എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ളതിനുള്ളൊരു റീസൺ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ എനർജി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടേതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒരു എനർജി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു തടസ്സം അത് മാറി നിങ്ങളുടെ അടുത്തേക്ക് എത്തി ആ ഒരു റീകൺസിൽ ചെയ്യാനായിട്ട്
ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.